ഷൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നേക്കാം. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. കുറേ കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കിച്ചു ഒന്ന് വാ തുറക്കാൻ വേണ്ടിയിട്ട്. രേണുസുധീനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കിച്ചു ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ പുറത്ത് വരുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുറേ ആൾക്കാർ നിന്നിരുന്നത്. കാരണം ഈ രേണുസുധീനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവർക്ക് അവരുടെ അഹങ്കാരത്തിനൊരു അടി കിട്ടണമെങ്കിൽ കിച്ചു ഒന്ന് വാ തുറക്കണമായിരുന്നു. ഇന്നലെ മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ ഇവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കിച്ചു എൻ്റെ മകൻ, കിച്ചു എന്നെ ഇപ്പം വിളിച്ച് വെച്ചതേ ഉള്ളൂ, കിച്ചുവിന് ഞാൻ പൈസ അയച്ചു കൊടുത്തായിരുന്നു, തേങ്ങ കൊല മാങ്ങാ തൊലി എന്നും പറഞ്ഞിട്ട് ഇവർ മീഡിയക്കാരുടെ മുന്നിൽ വന്ന് നിന്ന് അങ്ങ് ഘോരമായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഇന്നലെ കിച്ചു ഇട്ട വീഡിയോയിൽ രേണുസുധയും വീട്ടുകാരും കിച്ചുവിനോട് പെരുമാറിയ രീതി അടക്കം കിച്ചു പറയുന്നുണ്ട്. ഇനി എന്ത് എക്സ്പ്ലനേഷനാണ് രേണുസുധിക്ക് കൊടുക്കാനുള്ളത്? ആ ചെക്കനും മടുത്ത്, ഇവർ കാരണം അവന് ഇനി നാണം കെടാനൊന്നും ബാക്കിയില്ല. കൂട്ടുകാരുടെ അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരെത്തിച്ച്, അപ്പോൾ പിന്നെ അവന് വേറെ വഴിയില്ല, അവനിതിങ്ങ് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ അവൻ വന്ന് നിന്ന് അവൻ ഇതിപ്പോൾ ഒക്കെ പറഞ്ഞു. ഷൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നേക്കാം. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്. രേണുവിന് കിച്ചുവിനെ എവിടെയും കൊണ്ടുപോകുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതായത് രേണുവിനും രേണുവിൻ്റെ തങ്കച്ചനും അവരുടെ വീട്ടുകാർക്കും ഈ സുധിയായിട്ട് കിച്ചു അടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ കിച്ചു എന്ന വ്യക്തി ഉള്ളതോ ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ഈ പയ്യൻ ആ വീട്ടിൽ നിൽക്കാത്തതും. ഇവർ ഈ മീഡിയാസിൻ്റെ മുന്നിൽ വന്നിട്ട് കിച്ചു ഇവിടെ വാമോനെ, കിച്ചു അവിടെ വാമോനെ കാണിക്കുന്നതൊക്കെ വേറൊരു ഷോയാണ്, വേറൊരു ഷോ. ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. ആ പയ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ്റെ സ്വന്തം അമ്മ, അതായത് അവനെ പ്രസവിച്ച അമ്മ, അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ്റെ കൂടെ പോയി. പിന്നെയുള്ളത് രണ്ടാം അമ്മയുടെ സ്ഥാനത്ത് വരുന്നത് രേണുസുധിയാണ്. അപ്പോൾ അവൻ എന്തൊക്കെ പ്രതീക്ഷകളാണ്? ആ പ്രതീക്ഷകൾ പോലും രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാരും ഇല്ലാണ്ടാക്കി. നമ്മൾ രണ്ടാം അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് തന്നെ ആയിരിക്കും കാണുന്നത്. സോ അവർ നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യും അല്ലെങ്കിൽ കൊണ്ടു നടക്കുമെന്നൊക്കെ വിചാരിച്ചെടുത്ത് ഇവനെ മാറ്റി നിർത്തുക. അവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി അവനോട് അടുക്കുന്നത് പോലും താല്പര്യമില്ലാണ്ടിരിക്കുക, ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് വഴക്കുണ്ടാക്കുക. അപ്പോൾ ആ പയ്യൻ്റെ ആ കുഞ്ഞു പ്രായത്തിലുള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛൻ എപ്പോഴും ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ച് കിടന്നുറങ്ങാം, രാവിലെ എന്തെങ്കിലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. എന്നെ അമ്മ വന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, എനിക്ക് അച്ഛൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഈ പറയുന്നത് സുധി മരിച്ച സമയത്ത് അല്ലെങ്കിൽ ആ ദിവസത്തെ കാര്യമാണ്. ഇവന് ഈ ഈ കള്ളിൻ്റെയും ഡ്രഗ്സിൻ്റെ ഒക്കെ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇവനെ കുറ്റം പറയുന്നതിനേക്കാളും എനിക്ക് കുറ്റം പറയാൻ തോന്നുന്ന ആരാന്നറിയോ? രേണുസുധിനെയാണ്. എടോ,
നിങ്ങൾ അവനെ സ്വന്തം മകനായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അവനെ തിരുത്തുമായിരുന്നോ? അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളോ വേദനകളോ, നമുക്കൊരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ നമുക്കത് ആരോടും പറയാൻ പറ്റാതിരിക്കും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലും മാനസികാവസ്ഥയിലൊക്കെയാണ് പലരും പല ചീത്ത വഴിയിലോട്ടും പോകുന്നത്. അമ്മയില്ല, അച്ഛൻ ഷൂട്ടും തിരക്കൊക്കെ ആയിട്ട് പോകുന്നു. വീട്ടിലിരിക്കുന്നത് ഈ രണ്ടാനമ്മ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ വീട്ടുകാരുമാണ്. സ്വന്തം മോനെ പോലെ ഒന്ന് ചേർത്ത് നിർത്തി അവരുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിലോ, ആ കൊടുക്കേണ്ട സ്നേഹവും കെയറും സംരക്ഷണമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇവൻ ഈ വഴിക്കൊന്നും പോകത്തില്ല. അതൊന്നും ചെയ്യാതെ എൻ്റെ മോനല്ലല്ലോ, അവൻ എന്തേലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവനെ അങ്ങ് വിട്ടു. ആകെ ഉണ്ടായിരുന്ന അച്ഛൻ കൂടെ മരിച്ച സമയത്ത് അവനെ ഒന്ന് കൂടുതൽ കെയർ ചെയ്യുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ അതുപോലും ചെയ്യാതെ ആൽബം മറ്റേത് മറിച്ചത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഇവർ. പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ മെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛനെ നോക്കിയായിരുന്നു. എങ്ങനെ ഞാൻ ഇത് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ +2 ഇതായിട്ട് പഠിക്കുക. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ മോൻ എന്ന് പറയും. എങ്ങനെ ഈ തള്ളയ്ക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വല്ലാത്ത തൊലിക്കട്ടിയാ കേട്ടോ. ഇതൊന്നും ഒരിക്കലും പുറത്ത് വരത്തില്ല എന്ന് വിചാരിച്ച് കാണും. അവൻ വാ തുറക്കത്തില്ല, അതുകൊണ്ട് ഇതൊന്നും ആരും അറിയത്തില്ല, അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് എൻ്റെ മോൻ എന്ന് കാണിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? ആൾക്കാർ വന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 2 മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടല്ലോ അവർ കഷ്ടപ്പെടുന്നത്. അതിലൊരു മകനാണ് ഈ വന്ന് പറഞ്ഞതൊക്കെ കേട്ടോ. ഇനിയും മക്കളെ പോറ്റാനാണെന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്ന് ആലോചിക്കണം. ഓപ്പൺ കോഴ്സ് എടുത്ത് +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയത്. ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനോ, നീ എവിടാ കഴിച്ചാ, ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുവാ. ഞാൻ പോകുന്നു, രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ എനിക്കറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടാകും. എല്ലാവരുടെ ലൈഫിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ നിന്ന് അവരൊന്ന് കൈ പിടിച്ച് മുന്നോട്ട് കയറ്റാനുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഇവിടെ ആരും ഇല്ലായിരുന്നു. അവൻ ആ വീട്ടിലൊട്ടും പറ്റത്തില്ല, ആൾക്കാരില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവൻ പിന്നെ ഈ വീട്ടിൽ നിൽക്കാനൊട്ടും താല്പര്യമില്ലാതിരുന്നത്. അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് വന്ന് അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നീനൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കൂടെ ചെയ്ത വീടാണ് ഇപ്പം ആ രേണുസുധിയുടെ തന്തയും തള്ളയും വീട്ടുകാരും കൈയടക്കി വച്ചേക്കുന്നത്. കയറി പോവുക, എല്ലാത്തിനും അടിച്ചിറക്കി അങ്ങ് വിടുക, എന്നിട്ട് നീ അവിടെ കയറി അങ്ങ് താമസിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെ നോക്കാതെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ അവിടെ അട്ടിപ്പേറി കിടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, എല്ലാത്തിനും അടിച്ചങ്ങ് പുറത്താക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിലെ മായിലെ ചേട്ടനെ ചോദിച്ച്, നിനക്കും ഋതപ്പൻ്റെ മേലും കൂടെ ഒരു വീട് വെച്ച് തരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു.
ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പന്റെ കാര്യം ഓർത്ത് എന്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ടേ, ഒന്നും ഇതാ എന്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സംഭവം. എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടി എല്ലാം ഞാൻ നിർത്തി. മനസ്സിലായോ? എനിക്കൊരു 3 കൂട്ടുകാരെ കിട്ടി. പണ്ട് തൊട്ടുള്ള കൂട്ടുകാരാ. എന്റെ കുഞ്ഞിലോട്ട് ഞാൻ കൊല്ലത്ത് പഠിച്ചോണ്ട് വന്നപ്പം ഉള്ള കമ്പനിയാ. അവരുടെ പേര് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാഫിസ്, സെയ്ദ് അലി, ആഷിഖ്. എന്റെ ലൈഫ് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇല്ല, അതിനകത്ത് കുഴിയില് താഴെ കിടക്കുമ്പം ഒരു കൈ വരത്തില്ലേ, എന്തോ ഒരു വീണ്ടും ഒരു കുറെ ബ്രെഡ് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, ആ കൈ ഇങ്ങനെ കൈ തന്നിങ്ങനെ എന്നെ പൊക്കിയെടുത്താ 3 പേര്. അവന് സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേ ഇവരുടെ ആ ഒരു ലൈവ് കണ്ടപ്പം അവരുടെ ആ 3 പിള്ളേരുടെ ഒരു സ്വഭാവം ഏകദേശം എല്ലാവർക്കും മനസ്സിലായതാണ്. സോ എനിക്ക് തോന്നുന്നു ആർക്കും ആ 3 എണ്ണത്തിനോട് താല്പര്യം കാണത്തില്ല. പക്ഷേ അവൻ ആ സമയത്ത് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അവനെ കിട്ടിയ ഒരു ആശ്വാസ സമാധാനമൊക്കെ ആയിരിക്കും ഈ 3 ആൾക്കാർ. അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പൊ മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. അതായത് വല്ല മീഡിയക്കാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വേറെ ഷോയാണ് രേണുസുതി ഈ വിളിക്കുന്നത്. അതായത് ഫോൺ എടുത്തിട്ട് ഞാൻ ഇപ്പം കിച്ചനെ വിളിച്ചു തരാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന വേറെ ഷോ ഓഫ് മാത്രമാണ്. ഇവരായിട്ട് ഇവന് ഒരു കണക്ഷനും ഇല്ല സത്യത്തിൽ. വെറും രേണുസുതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് രേണുസുതി നടത്തുന്ന വെറും ഷോ. വേറൊരു കാര്യം പറയട്ടെ, ഈ ഒരു കണക്ഷൻ ഇല്ലാതെ ആൾക്കാരുടെ കൂടെ പോകാൻ നിൽക്കരുത്. അതായത് ഇപ്പം രേണുസുതിയായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു കണക്ഷനുള്ളൂ, എന്നിട്ടും രേണുസുതി കാർ എടുക്കാൻ പോകുമ്പോഴും മറ്റിടത്തൊക്കെ ആയിട്ട് നീ പോകുന്നുണ്ട്, പിന്നെ ഇവർ ഈ പറയുന്ന പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ, ഇതൊന്നും സ്വീകരിക്കാതിരിക്കുക. അത് നിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. കാരണം ഇൻ ഫ്യൂച്ചർ ഇവർ ഇത് തന്നെ എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ നീ ഇട്ടതിന് എന്തായാലും ഒരു റിയാക്ഷൻ വരുമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്. അത് നിനക്കെതിരായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഒരു കണക്ഷനും ഇല്ലാതെ ആൾക്കാരെ അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ എത്ര വലിയ ബന്ധുക്കളാണെന്ന് പറഞ്ഞാലും വേണ്ട. ഈ തങ്കച്ചൻ എന്ന് പറയുന്ന പാറ്റനാറി കാണിച്ചൊരു ചെറ്റത്തരമുണ്ട്. എന്താണെന്നറിയോ, ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച സമയത്ത് ഈ ചെലവ് വരുമല്ലോ, ആ ചെലവ് 1,89,000 രൂപയുടെ ബില്ല് ഈ ചെറുക്കൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ഇവനിത് എങ്ങാണ്ട് ഫ്ലവേഴ്സിൻ്റെ ആരോ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു ശരിക്കും ഇതാണോ ബില്ല് എന്ന് നീ ഒന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഇവൻ അത് അന്വേഷിച്ച് പോയപ്പം ശരിക്കുള്ള ബില്ല് 89,000 രൂപ. ഈ തങ്കച്ചൻ എന്ന് പറയുന്ന പരനാറി 1,00,000 രൂപ എക്സ്ട്രാ അതിലോട്ട് അടിച്ച് കയറ്റി അത് മുതലാക്കാൻ നോക്കി. ഒന്ന് ആലോചിക്കണം, ഒരാളുടെ മരണം പോലും മുതലാക്കാൻ ശ്രമിച്ച് ഇങ്ങേരൊക്കെ എന്തുവാ പറയണ്ടേ? തന്തയില്ലായ്മ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അവരും എല്ലാരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണം. അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാതിരി തെണ്ടിത്തരം കാണിക്കുമ്പോൾ ഫേസ് ചെയ്യാൻ എന്താർക്കും ഒരു മടി ഉണ്ടാവും. നീ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്തും കള്ളുടിക്കുന്ന സമയത്തും ഇതിനു മുമ്പ് നീ ഈ വീട്ടുകാരൊക്കെ ഫേസ് ചെയ്തതല്ലേ? അപ്പോൾ ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് നിനക്ക് ഇപ്പോൾ വരുന്നത്? ഇപ്പോൾ വരാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ രേണുസുതി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. ആര് മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കുടുംബവും ഒരു ഭാര്യയും ഒന്നും പറയാനില്ലടേ. നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അല്ലാണ്ട് പിന്നെ എന്തോന്ന് പറയാനാ? ഇപ്പം കുറേ കെട്ടിപ്പൊക്കി വരുന്നുണ്ടല്ലോ, ഒരു സമയമാകുമ്പോൾ അതൊക്കെ നശിച്ച് പണ്ടാരടങ്ങി പോകത്തേ ഉള്ളൂ ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നവരൊക്കെ. ശരി എന്നാ.